ഹായ് ഗായ്സ്, ബിഗ് ബോസ് മലയാളം സീസൺ 6 നാളത്തെ പ്രൊമോ ഇറങ്ങിയിട്ട് ഭയങ്കര കോമഡി പ്രൊമോ എന്ന് പറഞ്ഞാൽ കോമഡി പ്രൊമോ. എന്താ പറയുക, സീരിയൽ ലെവലിലേക്ക് ബിഗ് ബോസ് നീങ്ങുന്നതിൻ്റെ ഒരു പ്രൊമോയാണ് കാണിച്ചിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് ഇട്ടിരിക്കുന്നതും സീരിയലിൻ്റെ മ്യൂസിക്കാണ്. എന്തായാലും ഫുള്ള് നമ്മുടെ ജാസ്മിനും ഗബ്രിയും ഉള്ളൂ, വേറെ ആരും വേണ്ട എന്നുള്ള രീതിയിലാണ് ബിഗ് ബോസ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ജാസ്മിനും ഗബ്രിയും മതി, അത് വെച്ച് ഓടിക്കാം എന്നുള്ള രീതിയിൽ. എന്തായാലും പ്രൊമോയിൽ ജാസ്മിനും ഗബ്രിയും മാത്രമേ ഉള്ളൂ. പ്രൊമോയിൽ നമ്മുടെ ജാസ്മിൻ കിടന്ന് കരച്ചിലോട് കരച്ചിലാണ്. അപ്പം നമ്മുടെ നായകൻ, അതായത് സീരിയൽ നായകനായ ഗബ്രി അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പം ജാസ്മിൻ പറയാണ്, നീ വിഷമിച്ചിരിക്കുമ്പോൾ നിന്നെ ആശ്വസിപ്പിക്കാൻ ഒരു 10 പേര് വരും, പക്ഷെ നീ അവരെ അടുപ്പിക്കാറില്ല എന്നുള്ളത് സത്യമാണ്. അതോടൊപ്പം തന്നെ ഞാൻ 11ാമതായിട്ട് വരുമ്പം എന്നെയും നീ അടുപ്പിക്കാറില്ല, അത് വേറൊരു സത്യം എന്ന് പറയുകയാണ്. അതിൻ്റെ ബാക്കിൽ നമ്മുടെ സീരിയൽ മ്യൂസിക് ഉണ്ട്, അത് മുഖ്യം ബിഗിലെ സീരിയൽ മ്യൂസിക് ഇല്ലാണ്ട് ഇത് പറ്റില്ല. അപ്പോൾ സീരിയൽ മ്യൂസിക് ഇടുകയാണ്. എന്നിട്ട് പറയുകയാണ്, നിന്നെ എനിക്ക് വിളിച്ചിരുത്താൻ പോലും പേടിയാണെന്ന് പറഞ്ഞിട്ട് ഇരുന്ന് കരച്ചിലാണ്. എന്നിട്ട് പറയുകയാണ്, എൻ്റെ മാനസികാവസ്ഥ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് ജാസ്മിൻ ഗബ്രിയോട് പറയാണ്. എൻ്റെ മാനസികാവസ്ഥ നിന്നോട് പറഞ്ഞാൽ മനസ്സിലാവില്ല ഗബ്രി എന്ന് പറയാണ്. ഗബ്രി ഇത് കേട്ടിട്ട് അടുത്ത സീരിയൽ നായകനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തിയിട്ട് ലാസ്റ്റ് ടോയ്ലറ്റിൻ്റെ അവിടെ പോയി ഇരുന്നിട്ട് വിഷാദമൂകനായിട്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ ഇതിൻ്റെ പ്രൊമോയുടെ വിഷാദമൂകനായിരിക്കുന്ന ഗബ്രീനെയാണ് കാണിക്കുന്നത്. നമ്മൾ ആദ്യത്തെ സമയത്ത് ഇരുന്നില്ലേ, ഫുഡൊന്നും കഴിക്കാണ്ട് അതേ ഇരിപ്പ് തന്നെയാണ് പുള്ളി വീണ്ടും ഇരിക്കാൻ തുടങ്ങുക. എൻ്റെ അമ്മോ, ഇത് എവിടെ കൊണ്ട് അവസാനിക്കും? നാടകീയത എന്ന് പറഞ്ഞാൽ ഇതിൽ കൂടുതൽ നാടകീയതയുണ്ടോ? ഇന്ന് ജാസ്മിൻ കരയുന്നത് കണ്ടിട്ട് എനിക്ക് ഈ നാടകത്തിലൊക്കെ നടിമാർ കരയുന്നില്ല, അതുപോലെയാണ് തോന്നിയത്. എന്താണ് ഇതിനൊരു അവസാനമില്ലേ? എന്തായാലും നമുക്ക് നാളത്തെ പ്രൊമോ കാണാം, നാളത്തെ എപ്പിസോഡ് കാണാം എങ്ങനെ ഇരിക്കുമെന്ന്. അതൊരിക്കലും ടാറ്റ ബൈ.